എറണാകുളത്ത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വ്യവസായിയിൽ നിന്ന് 25 കോടി രൂപ തട്ടിയ കേസിൽ 3 പേർ കൂടി പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് എന്നിവരാണ് പിടിയിലായതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പ്രതികൾ ഉപയോഗിച്ചിരുന്ന 40ഓളം ബാങ്ക് അക്കൗണ്ടുകളും ലഭിച്ചു. പിടിയിലായവർക്ക് കൂടുതൽ കേസുകളിൽ പങ്കെന്നും പുട്ടവിമലാദിത്യ പറഞ്ഞു. ഈ 25 കോടി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് കേസിൽ ഒരു നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ ഒരു ടീം ഒരാഴ്ചയായിട്ട് കോഴിക്കോടിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ സിജോ വർഗീസ് നൽകും കൊച്ചിയിൽ നിന്ന്. സിജോ, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? അനീഷ, കേരളത്തിനടുത്തിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ തട്ടിപ്പ് കേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഓൺലൈൻ ട്രേഡിങ്ങിന്റെ പേരിൽ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊച്ചി സ്വദേശിയിൽ നിന്ന് 25 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ഈ 3 പ്രതികളെ കൂടി പിടികൂടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്ത്രീ പിടിയിലായിരുന്നു. കൊല്ലം സ്വദേശി സുജിത പിടിയിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഈ 3 പേർ പിടിയിലായിരിക്കുന്നത്. അതായത് ഈ കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. 3 പേരെയും കോഴിക്കോട് നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് ഏതാണ്ട് 40ഓളം സിം കാർഡുകൾ, 40ഓളം അക്കൗണ്ടുകൾ, 250ലധികം സിം കാർഡുകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് റഹീസാണ്. സിം കാർഡുകൾ ഉപയോഗിച്ചത് അൻസാറുമാണ്. അതായത് ഈ പലരുടെ അക്കൗണ്ടുകൾ ഇവർ കൈകാര്യം ചെയ്യുകയും അതുവഴി ഈ പണം നിക്ഷേപിച്ച് അതിൽ കമ്മീഷൻ അടക്കം കൈപ്പറ്റുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 3.4 ലക്ഷം രൂപ ഈ പ്രതികൾ കൈക്കലാക്കിയിട്ടുണ്ട്. കൂടുതൽ തുക ഇത്തരത്തിൽ ഇവർ കൈക്കലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ തുക എങ്ങനെയാണ് ഇവർ വിനിയോഗിച്ചതെന്ന് അടക്കം ഈ കാര്യം പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ പണം നൽകിയ ആൾക്ക് ഇത്രമാത്രം പണത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പോലീസ് പറയുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.